വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ഡേയ്സ് വിത്ത് ഗായൂസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരി 20-നാണ് കേട്ടോ. ഇത് നാളത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഫെബ്രുവരി 21. എൻ്റെ ബ്രദർ എന്നെ വിട്ടു പോയിട്ട് നാളത്തേക്ക് 3 വർഷമാവാണ്. അപ്പോൾ നാളെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ കുറച്ച് പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങുന്ന കാഴ്ചയാണ് ഇത്. വലിയ ആഡംബരമായിട്ട് നമുക്കൊരു സദ്യ പോലെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കൊടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല നീറ്റായിട്ടും കൊടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യവും പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. അത് ഞാൻ കഴിച്ചപ്പോഴും എനിക്ക് അത്ര വലിയ ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എന്താണെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് വീട്ടിലുണ്ടാക്കി സന്തോഷത്തോടുകൂടി കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുവച്ചോടം എന്ന് പറഞ്ഞ പോലെ കുഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ബ്ലൂബെറി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഹാപ്പിയാണ് ആ കിടന്ന് ഡാൻസ് കളിച്ചത്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി, അത്യാവശ്യം സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി. എനിക്ക് സ്റ്റേഷനറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതെല്ലാം വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട് രാത്രി. ഇനി ഇതൊക്കെ കൂടി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വീട്ടിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളത് ഇന്ന് തന്നെ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ വേറെ സ്ഥലത്തും കൂടെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് വാങ്ങിയത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന അച്ചിങ്ങയൊക്കെ ഒടിച്ചു വെക്കുകയാണ്. അച്ചിങ്ങ മീൻസ് പയർ. ഓക്കെ, നമ്മുടെ നാട്ടിൽ അച്ചിങ്ങാന്നും പറയും. അപ്പോൾ അച്ചിങ്ങയും പയറും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒടിച്ചു വെക്കുന്നുണ്ട് നാളത്തേക്ക്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത്രയും കുറച്ച് പണി ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് നാളത്തേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 11:30 കഴിഞ്ഞു നമ്മളെല്ലാം ചെയ്ത് രാത്രി കിടന്നപ്പം. അങ്ങനെ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഒരു കട്ടനൊക്കെ അടിച്ച് ഞാൻ പുറത്തങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്മയാണെങ്കിലും മുറ്റടിക്കുന്നുണ്ട്. അമ്മ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രൗണീനെ അഴിച്ചു വിടാൻ വേണ്ടി അവൾ കിടന്ന് കരയുന്നുണ്ട്. കുഞ്ഞുവിന് ചെറിയൊരു പനിയുണ്ട്, അതിൻ്റെ ഒരു അസ്വസ്ഥത കിടന്ന് കാണിക്കുകയാണ്. അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്, കഞ്ഞി കടപ്പത്തിട്ടിട്ടുണ്ട്, തേങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ പണിയിലാണ് കേട്ടോ. അപ്പം ഇത്രയും തേങ്ങ എന്തിനാന്ന് വെച്ചാൽ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാനാണ്. നല്ല ചുട്ടരച്ച തേങ്ങ ചമ്മന്തി വിത്ത് പാട്ട്. പണിയെടുക്കുമ്പോൾ പാട്ട്, ആഹാ അന്തസ്സാണ്. ഒരു 12:30-ക്കെങ്കിലും സാധനങ്ങളെല്ലാം റെഡിയായി ഫുഡെല്ലാം പാക്ക് ചെയ്യണം എന്നുള്ളൊരു തന്ത്രപ്പാടിലാണ് എല്ലാവരും വേഗം പണി ചെയ്യുന്നത് കേട്ടോ. എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താന്ന് വെച്ചാൽ ചോറ്, നല്ല നാരങ്ങ അച്ചാറ്, സാമ്പാർ, ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി, കായയും പയറും മെഴുക്കുവരട്ടിയത്, പിന്നെ പായസം. പപ്പടം വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു ഡിസ്കഷൻ വന്നു, പപ്പടം വെച്ച് കഴിഞ്ഞാൽ തണുത്തു പോകും, അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തു കേട്ടോ. അപ്പം നമ്മളിനി പാക്കിംഗ് സെക്ഷനിലേക്ക് പോവാണ്. ഞാനവിടെ പായസം പാക്ക് ചെയ്യുമ്പോൾ ഇവരിവിടെ ചോറ് പൊതിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ അത്രത്തോളം നീറ്റായിട്ടും സെക്യൂറായിട്ടുമാണ് കേട്ടോ ഓരോന്നും ചെയ്യുന്നത്. കാരണം നമ്മളിത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സമയത്ത് പൊട്ടി നശിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആവരുത്. പക്കയായിട്ട് കൊടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പായസമൊക്കെ പാക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ നമ്മൾ ടേപ്പൊക്കെ ഒട്ടിച്ച് കറക്റ്റ് ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, പാത്രം തുറന്നു പോകാണ്ടിരിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മളുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അമ്മ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കറി ലിനു വിളമ്പുന്നുണ്ട്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പം നമ്മുടെ കുഞ്ഞിനൊരാഗ്രഹം, ഒരിലയിൽ കുഞ്ഞിന് ചോറ് വിളമ്പണം എന്ന്. എന്നാൽ പിന്നെ അതങ്ങോട്ട് വൈകിപ്പിക്കേണ്ടെന്ന് ഓർത്ത് കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ഒരിലയിൽ ചോറെല്ലാം വിളമ്പിക്കുന്നുണ്ട്. സാമ്പാർ നമ്മൾ എക്സ്ട്രാ വേറൊരു കവറിലാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് 1/2 ബോട്ടിൽ മിനറൽ വാട്ടറാണ്. അത് പോണ വഴിക്ക് നമ്മൾ വാങ്ങിക്കൊണ്ടാണ് പോകാൻ പോകുന്നത്. ഏകദേശം സമയം ഒരു 12:30 കഴിഞ്ഞു. അതിൻ്റെതായ ഒരു ടെൻഷനും ഫാസ്റ്റും ലാണ് നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാക്കിങ് കഴിഞ്ഞു. ഇനി നമ്മളത് സെറ്റ് ചെയ്യാണ്. വണ്ടിയിലാണ്, നമ്മുടെ ബ്ലൂ ബേബിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ അതിൻ്റെ അകത്ത് കൊണ്ടുപോകുന്നത് ഒരു റിസ്ക് ആയിരുന്നെങ്കിലും നമ്മളത് എങ്ങനെയൊക്കെയോ എൻ്റെ മടിയിലും വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് വെച്ച് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പാലാരിവട്ടം പൈപ്പ് ലൈൻ ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ 1-2 പേരെ കണ്ടു, കൊടുത്തു. കുഞ്ഞിനെ കൊണ്ടാണ് കൊടുപ്പിച്ചത്. അപ്പോൾ അത് കൊടുത്തോണ്ടിരിക്കുകയാണ് അവൻ. ശേഷം നമ്മൾ പോയത് കലൂർ സ്റ്റാൻഡിൻ്റെ താഴെയും അതുപോലെ തന്നെ നോർത്ത് പാലത്തിൻ്റെ അടിയിലുമാണ് കേട്ടോ. ഒരുപാട് പേര് വന്ന് വാങ്ങി, അവർ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു, കുഞ്ഞിനെ അനുഗ്രഹിച്ചു. അതൊക്കെ തന്നെയാണ് നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ. അതുപോലെ തന്നെ അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടും, അവൻ്റെ ആത്മാവിന് സന്തോഷമാവുമെന്ന്
വിചാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല കുഞ്ഞിനെ കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യിപ്പിക്കുന്നതും കുഞ്ഞിനെയും കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരും ഇതൊക്കെ കണ്ട് വളരണം. അവരും ഭാവിയിലേക്ക് വലുതാവുമ്പം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അവർക്ക് കഴിയുകയാണെങ്കിൽ അത് അവർക്ക് നല്ലതല്ലേ. അതുപോലെ എല്ലാവരും ആവട്ടെ, എല്ലാ കുട്ടികളും അങ്ങനെ നല്ലൊരു മനസ്സോടെ നല്ലൊരു ചിന്തയോടെ വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ടാറ്റാ.